എന്തെന്നായിരിക്കും നെയ്ല? ഒരു സർപ്രൈസ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. സംഭവം വേറൊന്നുമല്ല, ഇവിടെ മോൾക്ക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ, കോഴി, പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വാങ്ങിച്ചിട്ട് അവരറിയാണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാനറിയാതെ ആൾ പോയി വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ ചെയ്തത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ആൾ പോയി വാങ്ങിക്കും എന്നുള്ളത്. ഞാൻ എന്നെ കൂടെ വിളിക്കും, ഒരുമിച്ച് പോയി വാങ്ങിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നേ. അങ്ങനെ ഇക്ക ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായി. പക്ഷെ മക്കൾക്കൊരു ഐഡിയ ഉണ്ടായില്ല കേട്ടോ. അവർ ബോക്സ് തുറന്ന് നോക്കിയപ്പോഴാണ് അറിയണത്. അപ്പം ഭയങ്കര ഇഷ്ടമായി രണ്ടാൾക്ക്. മോൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മീനിനോട് ഭയങ്കര സ്നേഹമുള്ള കൂടുതലാണ്. എവിടെയെങ്കിലുമൊക്കെ അക്വേറിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചെന്ന് ഇങ്ങനെ മീനി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സംഭവം ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്. ഞാൻ മീനിൻ്റെ ഒരു നമ്മുടെ ബൗളിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം ഇത് വാങ്ങിച്ചപ്പോൾ ഒത്തിരി സന്തോഷിച്ചെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ സങ്കടമായിട്ടാണ്. വേറൊന്നുമല്ല, ഈ മീനുകൾ നമ്മൾ കൊണ്ടുവന്ന് പിറ്റേ ദിവസമായപ്പോൾ മൂവ്മെൻ്റൊക്കെ ഓരോരുത്തരുടെ ഇങ്ങനെ പയ്യെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ 3-ാമത്തെ ദിവസമായപ്പോൾ 3 ആൾ ഒരുമിച്ച് ചത്തു പോവാണ് കേട്ടോ ചെയ്തത്. അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചത്തുപോയതാണോ എന്നുള്ള ഒരു വിഷമമായിരുന്നു. സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനിയിപ്പം വെള്ളം ചേഞ്ച് ആയതിൻ്റെ ആണോ അല്ലെങ്കിൽ ഓക്സിജൻ്റെ കുറവ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നൊന്നും അറിയത്തില്ല. എൻ്റെ മോളാണെങ്കിൽ ടൈം കിട്ടുമ്പോൾ ഒക്കെ ആളിങ്ങനെ വന്ന് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും. ബൗളിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും കേട്ടോ, മീനുകളുടെ അടുത്ത്. അവസാനമായപ്പോൾ ഈ ഒരു മീൻ മാത്രമേ ബാക്കി ഉണ്ടായുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ മീനും ചാവുകയാണ് കേട്ടോ ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അതെന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചത്തു പോകുമ്പോഴൊരു വിഷമല്ലേ. ബൗളിൽ ഞാൻ സോപ്പും കാര്യങ്ങളൊന്നും ഇട്ടൊന്നും കഴുകുകയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. എന്തായാലും കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.